മച്ചന്മാരെ നമ്മൾ പുഴയുടെ നല്ല ആഴമുള്ള ഭാഗത്താണ് ഇന്ന് ചെറുമീൻ വേട്ടയ്ക്കായിട്ട് എത്തിയിരിക്കുന്നത്. നല്ല കലക്ക ചെറുമീനുകളാണ് ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാസ്റ്റിങ്ങിനായിട്ട് തായ് ജംപ് ഫ്രോഗാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള പുഴകളിൽ നിന്ന് ചെറുമീൻ അടിച്ചു കയറ്റാൻ ഏറ്റവും നല്ലത് തായ് ജംപ് ഫ്രോഗാണ്. അതുപോലെ തന്നെ ഫാൻറ്റം സ്നാപ്പറിൻ്റെ റോഡും സഫീന പ്രോൻ്റെ ഹുക്കുമയുടെ റീലുമാണ് നമ്മൾ കാസ്റ്റിങ്ങിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്യുകയാണ്. പുഴയിൽ നല്ല ആഴമുള്ള സ്പോട്ടാണെങ്കിലും ഇടയ്ക്ക് ചെറുമീനുകൾ വെള്ളത്തിൻ്റെ ഉപരിതലത്തിലൂടെ എയറെടുക്കാനൊക്കെ ആയിട്ട് വരും. ആ സമയത്ത് നമ്മുടെ ഫ്രോഗ് സ്പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എറിയുന്നതിൻ്റെ സമീപത്തായിട്ട് ഇഷ്ടംപോലെ പോച്ചയൊക്കെ നിൽക്കുന്നുണ്ട്. ദൂരത്ത് നിന്ന് പോലും അവർക്ക് നമ്മുടെ ഫ്രോഗിനെ കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ പോച്ചയൊക്കെ കണ്ടിപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ അതിൻ്റെ അകത്ത് കയറി ഇരിക്കും. നമ്മുടെ ഫ്രോഗ് വരുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ സ്ട്രൈക്ക് ചെയ്യുകയും ചെയ്യും. കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ചെടികളുടെ അടുത്ത് നമ്മൾ എറിഞ്ഞെത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലൊക്കെ ചെറുമീൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ ഇറങ്ങി വന്ന് നമ്മുടെ ഫ്രോഗിനെ സ്ട്രൈക്ക് ചെയ്യാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് ഇവിടെ. അപ്പം നമ്മൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രാമത്തെ കാസ്റ്റാണ് നമുക്ക് സ്ട്രൈക്ക് കിട്ടുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് ഒന്നാമത്തെ രണ്ടാമത്തെ കയറി തന്നെ സ്ട്രൈക്ക് കിട്ടാറുണ്ട്. ചിലപ്പോൾ നമുക്ക് കുറേ പ്രാവശ്യം എറിയേണ്ടതായിട്ട് വരും. അത് നമ്മൾ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഫ്രോഗ് ശരിക്കും തീടിച്ചാണ് നിൽക്കുന്നത്. എപ്പോഴാണ് അവൻ ഫ്രോഗിൽ വന്ന് അടിക്കുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അടിക്കുമ്പോൾ നല്ല തീപ്പൊരു സ്ട്രൈക്കായിരിക്കും അടിക്കുക. അടിച്ച് ചിലപ്പോൾ ഫ്രോഗിനെ അവൻ ഫുള്ളായിട്ട് തന്നെ വായിലെടുത്ത് കളയും. ആ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ഹുക്കപ്പ് കൊടുത്തില്ലെങ്കിൽ മീൻ മിസ്സാവാനുള്ള സാഹചര്യമുണ്ട്. ഒരു വട്ടം മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ഈ പരിസരത്തോട് നിൽക്കത്തില്ല. അതുകൊണ്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നല്ല പ്രോപ്പർ ഹുക്കപ്പിനെ കൊടുത്ത് അവനെ കരയിൽ കയറ്റാനുള്ള ശ്രമം നടത്തണം. ഒരുപാട് ചെറുമീനുകൾ ചൂണ്ടക്കാരുടെ അടുത്ത് നിന്ന് അങ്ങനെ മിസ്സായി പോകാറുണ്ട്. പിന്നെ 1-2 ദിവസത്തിന് ശേഷം വീണ്ടും അവൻ ആക്റ്റീവ് ആവും. ആ സമയത്ത് വരികയാണെങ്കിൽ പിന്നെ നമുക്ക് അവനൊന്ന് പിടിക്കാം. പക്ഷെ അതിനുള്ള അവസരം കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് പ്രോപ്പറായിട്ട് കാസ്റ്റ് ചെയ്ത് ആദ്യം തന്നെ നമുക്ക് അവനെ കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും കാസ്റ്റ് ചെയ്ത് തുടരാം. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കൊരു സ്ട്രൈക്ക് പ്രതീക്ഷയാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഫാൻറ്റം സ്നാപ്പറിൻ്റെ റോഡൊക്കെ ചെറുമീൻ പിടിക്കാൻ നല്ല സൂപ്പർ റോഡുകളാണ്. അതുപോലെ തന്നെ കടലിലും ചെമ്പല് പോലുള്ള മീനുകൾ പിടിക്കാനും അമൂറ് പോലുള്ള മീനുകൾ പിടിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ റോഡാണ്. നല്ല പവർ പിടിക്കുന്ന റോഡായതുകൊണ്ട് എത്ര വലിയ മീൻ അടിച്ചാലും നമുക്ക് മിസ്സാവുന്ന പേടി വേണ്ട. അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ തന്നെ കാസ്റ്റ് ചെയ്യുകയാണ്.